വെൽക്കം ടു ചിന്നൂസ് വ്ളോഗ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മിക്സ്ചർ. 400 ഗ്രാം കടലമാവിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായം, 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് വെച്ചു. ഇനി 1/4 കിലോ കടലയും 3 വെളുത്തുള്ളി ചതച്ചത് തൊലിയോടെ ചതച്ചതും 3 തണ്ട് കരിവേപ്പിലയും വേണം നമുക്ക്. ഈ കടലമാവിൽ 3/4 കപ്പ് വെള്ളം എടുത്ത് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കടലമാവ് കുഴച്ചെടുക്കുന്നു. അതൊരു ഇടിയപ്പത്തിൻ്റെ പരുവം പോലെ നമ്മൾ കുഴച്ചെടുക്കുന്നു. മാവ് കുഴച്ചെടുത്ത് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പം എണ്ണ ഒഴിക്കാം. മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പാത്രം തന്നെ എടുത്തിരിക്കുന്നത്. അതിനകത്ത് എണ്ണ പുരട്ടാം. കഴുകി തുടച്ച് എണ്ണ പുരട്ടി അതിനകത്തോട്ട് മാവ് കോരിയിടാം. എണ്ണ നല്ലപോലെ ചൂടായ നിലത്ത് എണ്ണ ഒരുവിധം തിളച്ച് വരണം. നമുക്കിത് പിഴിഞ്ഞ് എണ്ണയിലോട്ടിടാം. ഒന്ന് വട്ടം കറക്കിയാൽ മതി. നമുക്കിതെടുക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചെറിയ തരിയെല്ലാം അങ്ങ് മാറ്റാം, അല്ലെ അടുത്തതിടുമ്പം കരിയുവേ. കോരി മാറ്റി നമുക്ക് അടുത്തത് അതുപോലെ ഇട്ട് ഇത് മുഴുവൻ അതുപോലെ പിഴിഞ്ഞ് വറുത്തെടുക്കാം. നമ്മളിത് മുഴുവൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മിക്സ്ചർ മുഴുവൻ ആക്കിയെടുത്തു. ഇനി നമുക്ക് കടല വറുത്തെടുക്കാം.
നമ്മുടെ കടല മൂത്തിട്ടുണ്ട്, കോരിയിടുക. കടലയും റെഡിയായി. ഇനി നമുക്ക് വെളുത്തുള്ളി, നമ്മൾ തൊലിയോടെ ചതച്ച് വെച്ച വെളുത്തുള്ളി അത് മൂപ്പിച്ചെടുക്കാം. മൂന്ന് രണ്ട് കരിയാപ്പിലയും കൂടി ഇടാം. പുറത്ത് കോരിക്കഴിഞ്ഞ് തണ്ട് മാറ്റിയാലും മതി കരിയാപ്പിലയുടെ, അത് എളുപ്പം. നമുക്ക് ആ മിക്സർ ഒന്ന് കൈകൊണ്ട് പതിയെ ഒന്ന് അമർത്തിയാൽ മതി, അത് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഒന്ന് അമർത്തുമ്പോൾ അത് കറക്റ്റ് വലിപ്പത്തിൽ അങ്ങ് പൊടിഞ്ഞ് വന്നു. താഴെ കിടക്കുന്നതോടെ ഒന്ന് മറിച്ചിട്ട് മൂക്കാത്ത വല്ല കട്ടിയായിട്ടുള്ള രണ്ട് വല്ലതും ഉണ്ടെങ്കിൽ മാറ്റാം. നമ്മുടെ കടലയും കരിയാപ്പിലും വെളുത്തുള്ളി അതിനകത്തോട്ട് ചേർത്ത് നമ്മുടെ മിക്സർ റെഡിയായി. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടോ. മിക്സർ റെഡി അങ്ങനെ.